ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സാധാരണ നമ്മൾ ഇതുപോലത്തെ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് മോശമായിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ വലിച്ചെറിഞ്ഞ് കളയുകയാണ് ചെയ്യാറുള്ളത് അല്ലേ. ഇനി നമുക്കങ്ങനെ വലിച്ചെറിയേണ്ട ആവശ്യമില്ല. ഇത് കൊണ്ടിട്ട് നല്ല അടിപൊളി 3 ഉപയോഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ക്രിയേഷൻസ് എന്ന ചാനലില് വീഡിയോ ഷെയർ ചെയ്തവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇപ്രാവശ്യം ഗിഫ്റ്റ് ആയിട്ട് ഈ പുതിയ ചുരിദാർ മെറ്റീരിയലും അതുപോലെ തന്നെ പുതിയൊരു വാച്ചുമാണ് നൽകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ കാണുന്ന വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിലേക്കും അതുപോലെ വാട്സാപ്പിലെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ പേര് സ്ഥലവും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യമേ ഈ ബ്രഷിന്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഇതൊന്ന് കളയണം. അപ്പോൾ ഇത് ഉപയോഗിച്ച് ആകെ തേഞ്ഞു പോയ ബ്രഷാണ്. അപ്പോൾ കത്രിക എടുത്തിട്ട് ഇതൊന്നിങ്ങനെ ഒന്ന് കളയുക. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടപ്പുറത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കത്രികയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നല്ലൊരു മൂർച്ചയുള്ള ബ്ലേഡ് എടുക്കുക. എന്നിട്ട് ആ ബ്ലേഡിന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ഇതിന്റെ എല്ലാ ബ്രസിൽസും ഇതുപോലെ ഇങ്ങനെ കളയാം. ഞാൻ ഇവിടെ ഇങ്ങനെ കളഞ്ഞ കണ്ടില്ലേ. അപ്പോൾ ദേ ബ്രഷ് ഇങ്ങനെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ വൂളാണ്. ഇതിന് വലിയ വിലയൊന്നുമില്ല. ഇത്രയുള്ള ഒരു വൂളിന് 8 രൂപയുള്ളൂ. അപ്പോൾ ഞാനൊരു ഓറഞ്ച് കളറിലെ വൂള് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഗ്ലൂ ഗൺ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഇനി ഗ്ലൂ ഗൺ ഇല്ലെങ്കിൽ ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. നമുക്കതാ ഇതുപോലത്തെ ഒരു പശ മതി, ഫെവിക്വിക്കിന്റെ പശ മതി. 50 രൂപയുള്ളൂ ഇതിന്റെ വില. അപ്പോൾ ഈ പശ ഞാനപ്പോൾ ഈ ഫെവിക്വിക്കാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാവരുടെ കയ്യിൽ ഗണ്ണ് ഇനി ഇല്ലെങ്കിലോ. എന്നിട്ട് നമുക്ക് ഈ അറ്റത്ത് കുറച്ച് പശ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ വൂള് അറ്റത്തൊന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ അറ്റത്തിങ്ങനെ ഒട്ടിച്ച് നമുക്ക് ഈ വൂള് ഇങ്ങനെ ചുറ്റി 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 ബ്രഷിൽ ഗ്യാപ്പ് വരാതെ ഇങ്ങനെ ഒന്ന് ചുറ്റി എടുക്കുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാപ്പ് ഒട്ടും വരരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ നഖം കൊണ്ട് ഇങ്ങനെ ഒന്ന് തിക്കി കൊടുത്താൽ മതി. അപ്പോൾ ഗ്യാപ്പ് വരികയാണെങ്കിൽ അതങ്ങ് ഫില്ലായി പോയിക്കോളും. അപ്പോൾ അറ്റം എത്താറായി. ഇനി അറ്റത്ത് കുറച്ച് പശ ഇതുപോലെ തേച്ച് കൊടുത്തിട്ട് നമുക്കിത് ഒട്ടിക്കാം. ഇനി ഇത് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ഇങ്ങനെ വൂള് ചുറ്റിയെടുത്തു. ഇനി നമ്മൾ ഇതിലൊരു വള്ളി വെക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് നീളത്തിൽ ഇതുപോലെ വൂൾ എടുക്കുക. അപ്പോൾ ലെങ്ത്ത് നമുക്ക് നോക്കാം എത്ര വേണമെന്ന് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാനപ്പോൾ ഇത്രയും ലെങ്ത്തേ വെക്കുന്നുള്ളൂ. എക്സ്ട്രാ കുറച്ച് ലെങ്ത്തും കൂടി ഇട്ടോ, അതൊരു ആവശ്യത്തിന് വേണം. അപ്പോൾ ഇതുപോലത്തെ ഒരു വൂള് നമുക്കിതുപോലെ കുറച്ച് കട്ടിക്കെടുക്കാം. അപ്പോൾ 4 ലെയറായിട്ട് ഞാൻ ഇങ്ങനെ ഒന്ന് എടുക്കുന്നുണ്ട്. ഇതുപോലെ 4 ലെയർ എടുത്തു. എന്നിട്ട് ഇത് ഇടക്ക് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി നമുക്ക് ഇവിടെ കുറച്ച് പശ ഇതുപോലെ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് ഒട്ടിക്കും. ഇവിടെയും ഞാൻ ഇനി ഇതുപോലത്തെ വേറൊരു കളറിലെ വോൾ എടുത്തു. എന്നിട്ട് നമ്മുടെ കയ്യിൽ ഇതുപോലെ ഇങ്ങനെ കുറച്ച് നീട്ടി ഇങ്ങനെ കുറച്ചിടുക. എന്നിട്ട് ഒരു 30 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. ഇപ്പോൾ 1 2 3 30 വരെ എത്തി. അപ്പോൾ കട്ട് ചെയ്തു. ചെറിയൊരു പീസ് ഇവിടെ നിന്നും കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കണം. എന്നിട്ടിത് വിരലിൽ നിന്ന് ഇങ്ങനെയൊന്ന് കൊണ്ടുവന്നിട്ട് കറക്റ്റ് ഇതിൻ്റെ നടുക്ക് ചെറിയൊരു പീസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് കെട്ടി എടുക്കണം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ടൈറ്റായിട്ട് കെട്ടി കൊടുക്കണം. ഇങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഈ നീണ്ടു കിടക്കുന്ന ഈ അറ്റം ഉണ്ടാവും, അതും ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇതിങ്ങനെ വിതുത്തി ഒരു ഫ്ലവർ മോഡലിൽ നമുക്കിങ്ങനെ ഒന്ന് ആക്കി എടുക്കാം. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാൻ ഒരെണ്ണം കൂടി ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കുറച്ചുകൂടെ ഗം ഇവിടെ ഇങ്ങനെ തേച്ച് ഇത് ഇവിടെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. സെയിം ഇപ്പുറത്തും ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ കർച്ചീഫൊക്കെ കൈ കഴുകിയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് കർച്ചീഫൊക്കെ ഇങ്ങനെ ഒന്ന് തൂക്കി ആങ്കറിൽ തൂക്കി ഇതുപോലെ ഇടാം. ഇനി
അടുത്ത ഐറ്റത്തിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ബ്രഷ് 4 ബ്രഷ് ഇങ്ങനെ ഒന്ന് ബോള് ഫുള്ളായിട്ട് ചുറ്റി എടുത്തിട്ടോ. ഇനി ഞാൻ ഇതുപോലത്തെ ഒരു ക്രാഫ്റ്റ് പേപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്രാഫ്റ്റ് പേപ്പർ ഇല്ലെങ്കിൽ ഒരു ബോണ്ട് പേപ്പർ ആണെങ്കിലും മതി, അതിലൊന്ന് കളർ ചെയ്ത് എടുത്താലും മതി. എന്നിട്ട് ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് നമുക്കിതൊന്ന് വരച്ചെടുക്കണം. ഇനി നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ ഇതുപോലെ കുറച്ച് റൗണ്ട് ഇങ്ങനെയൊന്ന് ചെയ്തെടുത്തോട്ടോ. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം ഇതുപോലെ ഇങ്ങനെ എടുക്കുക. എടുത്തിട്ട് ഒരറ്റത്തു നിന്ന് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വളച്ച് ഇങ്ങനെ ഒന്ന് കൊണ്ടുവരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഈ അറ്റം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ ഒന്ന് റൗണ്ടായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഈ അറ്റത്ത് നിന്ന് നമുക്ക് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി കൊടുക്കണം. അറ്റം വരെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ ചുരുട്ടിയെടുത്തിട്ട് ഇതിങ്ങനെ ഒന്ന് തുറന്നു കൊടുക്കുക. അപ്പോൾ നമുക്കിത് കറക്റ്റ് റോസപ്പൂ മോഡലിൽ കിട്ടും. അപ്പോൾ ഇതൊന്ന് കൈ ഒന്ന് അഴച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. കറക്റ്റ് റോസായിപ്പോൾ. ഇനി റോസിൻ്റെ ഈ അടിഭാഗം നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ ഇത് വിട്ടുപോകും. അപ്പോൾ ഇവിടെ കുറച്ച് ഗം ഇങ്ങനെ തേച്ച് ഈ അടിഭാഗം ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതുപോലെ. അപ്പോൾ ഇതിങ്ങനെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് റോസപ്പ് മുട്ടുപോലെ. അപ്പോൾ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ കുറേ റോസസ് ഇങ്ങനെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. പല കളറിലാണ് ഉണ്ടാക്കി വെക്കുന്നത്. ഇനി നമ്മൾ ഫ്ലവർ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ആദ്യമേ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചല്ലോ, ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ നടുക്കൊന്ന് ഇങ്ങനെ ഒന്ന് ഒട്ടിക്കണം കേട്ടോ, അല്ലെങ്കിൽ തോറ്റും അത് വിട്ടുപോകും. അപ്പോൾ ഇത് നടുക്ക് കുറച്ച് ഗം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതങ്ങോട്ട് പ്രസ് ചെയ്ത് വെക്കുമ്പോൾ അതിൻ്റെ നടുക്ക് അത് ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റ് റോസപ്പൂ ഒട്ടിയിരിക്കും. ഇല്ലെങ്കിൽ ചുറ്റും കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങോട്ട് വിട്ടുപോരും. ഇപ്പോൾ നടുക്ക് ഒട്ടിക്കാനായിട്ട് മറക്കരുതേ. അപ്പോൾ ഇതുപോലെ കുറച്ച് റോസസ് ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. ഇനി നമ്മളുടെ ബ്രഷ് എടുക്കുക. ഒരു ബ്രഷ് ആദ്യം ഇതുപോലെ വെച്ചു, പിന്നെ ഒരു ബ്രഷ് ഞാൻ ഇങ്ങനെ വെച്ചു, പിന്നെ ഒരെണ്ണം ഇങ്ങനെ, ഒരെണ്ണം ഇങ്ങനെ. ഇനി ഇത് നമുക്കൊന്ന് ഒട്ടിക്കാം. അതുപോലെ ഇതും ഒന്ന് ഒട്ടിക്കും. നമുക്ക് ഈ റോസ് ഇവിടെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ഭാഗവും ഒട്ടിക്കണേനെ. അപ്പോൾ നമ്മളിതുപോലെ റോസസ് എല്ലാം ഒട്ടിച്ചെടുക്കട്ടോ. ഇതുപോലെ ഒട്ടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് വീടൊക്കെ അലങ്കരിക്കാം. അപ്പോൾ ഇത് കണ്ട ആരും പറയില്ല പഴയ ബ്രഷാന്നൊന്നും, ആർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. Dashing through the snow in a one-horse open sleigh. O'er the fields we go, laughing all the way. Bells on bobtail ring, making spirits bright. What fun